Okay guys, so this is second part of legal maxims. So നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡി വരെയാണ് പറഞ്ഞു നിർത്തിയത്. സോ ഇനി ഞാൻ ഇ തൊട്ടുള്ള ബാക്കി പറയാം. ഓക്കെ, സോ ഇയിൽ വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 മാക്സിംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ എയിൽ തുടങ്ങുന്ന 10, ബി ഒരെണ്ണം, സി 4 എണ്ണം, ഓക്കെ, ആൻഡ് ഡിയിൽ വരുന്ന 5 എണ്ണമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഇയിൽ വരുന്നതും 5 മാക്സിംസ് ആണ്. ഓക്കെ, സോ ഒന്നാമത്തെ മാക്സിം എന്ന് പറയുന്നത് എറ്റ്സെറ്ററ എക്സെട്ര എന്ന് നിങ്ങൾ സ്ഥിരം പറയുന്ന വേർഡാണ്. സോ വാട്ട് ഇസ് എറ്റ്സെട്ര? ഓക്കെ, എറ്റ്സെട്ര എന്ന് പറഞ്ഞാൽ അതർ തിങ്സ് ഓഫ് ദാറ്റ് ടൈപ്പ്, അതായത് നേരത്തെ അതേ ടൈപ്പിലുള്ള ബാക്കി സാധനങ്ങൾ, അതാണ് നമ്മൾ എക്സെട്ര എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ആപ്പിൾ, എന്താണ്, മാംഗോ എക്സെട്ര എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും. അപ്പം അതർ തിങ്സ് ഓഫ് ദാറ്റ് ടൈപ്പ്, അതേ ടൈപ്പുള്ള ബാക്കിയുള്ള സാധനങ്ങൾ, അതാണ് എക്സെട്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആരെങ്കിലും, എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ് അറിയില്ലായിരുന്നു. ഐ മീൻ +2 കഴിയുന്നത് വരെ എനിക്ക് ഈ സാധനം എന്താണെന്ന് അറിയത്തില്ല. എക്സെട്ര ഇറ്റ് ഇട്ട് പോവും. അപ്പോൾ അതിൻ്റെ മീനിങ്, എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എറ്റ്സെറ്ററ എന്നാണ് കേട്ടോ. എറ്റ്സെട്ര മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് അതർ തിങ്സ് ഓഫ് ദാറ്റ് ടൈപ്പ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നൗ നെക്സ്റ്റ് മാക്സിം എന്ന് പറയുന്നത് എക്സ് ഗ്രേഷ്യ. ഓക്കെ, എക്സ് ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രേഷ്യ മീൻസ് ഫേവർ. ഓക്കെ, ബൈ ഫേവർ എന്നുള്ളതാണ് എക്സ് ഗ്രേഷ്യ എന്നോട് ഉദ്ദേശിക്കുന്നത്. എക്സ് ഗ്രേഷ്യ മീൻസ് ബൈ ഫേവർ. ഓക്കെ, നൗ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിമാണ് എക്സ് ന്യൂഡോ പാക്റ്റോ നോ ആക്ഷ്യോ നോൺ ഒറൈറ്റർ, അല്ലെങ്കിൽ നോൺ ആക്ഷ്യോ ഒറൈറ്റർ എന്ന് പറയും. ഓക്കെ, സോ ആക്ഷ്യോ നോൺ ഒറൈറ്റർ അത് മതി. സോ എന്താണ് എക്സ് ന്യൂഡോ പാക്റ്റോ ആക്ഷ്യോ നോൺ ഒറൈറ്റർ? ആക്ഷ്യോ നോൺ ഒറൈറ്റർ എന്ന് വെച്ചാൽ നോ ആക്ഷൻ എറൈസസ്. ഓക്കെ, നോ ആക്ഷൻ എറൈസസ്. ആക്ഷ്യോ നോൺ ഒറൈറ്റർ, നോ ആക്ഷൻ എറൈസ്. എക്സ് ന്യൂഡോ പാക്റ്റോ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂഡോ എന്ന് പറഞ്ഞാൽ ഇല്ല. ഓക്കെ, സോ അതിൽ എന്തില്ല? കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റിൽ നിന്നും നോ ആക്ഷൻ എറൈസസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2 പേര് തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് എന്താണ് എന്തെങ്കിലും, മറ്റേ ആൾ ഇപ്പോൾ ബ്രീച്ച് നടത്തിയെന്ന് വെച്ചോ, മറ്റേ ആൾ പോയിട്ട് എന്താണ് ഒരു പ്ലെയിൻറ്റിഫ് പോയിട്ട് ഫയൽ ചെയ്യാണ്. അപ്പോൾ കോടതി പറയാണ് ഇതിൽ കൺസിഡറേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അതിനൊരു ലീഗൽ ആക്ഷനും എടുക്കാൻ പറ്റില്ല. ദർ വിൽ നോ ആക്ഷൻ അറൈസ് ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ ഇൻ എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യില്ല, ആക്ഷൻ എറൈസ് ചെയ്തില്ല. അതാണ് എക്സ് ന്യൂഡോ പാക്റ്റോ നോൺ ഒറൈറ്റർ ആക്ഷ്യോ. നോൺ ഒറൈറ്റർ ആക്ഷ്യോയുടെ മീനിങ് ഓർമ്മിച്ച് വയ്ക്കുക. നോ ആക്ഷൻ എറൈസസ്. ന്യൂഡോ പാക്റ്റോ വിച്ച് ഇസ് റിലേറ്റഡ് ടു കോൺട്രാക്ട്. ഓക്കെ, കോൺട്രാക്ട് എഗ്രിമെൻറ്റ് അങ്ങനത്തേക്ക് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, സോ എക്സ് ന്യൂഡോ പാക്റ്റോ എന്ന് വെച്ചാൽ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നോ ആക്ഷൻ എറൈസസ്. ഓക്കെ, സോ അതാണ് ഒരു മാക്സിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് മാക്സിം വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ഇ എന്ന് പറയുന്നത് എക്സ് പാർട്ടി. എക്സ് പാർട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിമാണ്. എക്സ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പാർട്ടി ഇല്ല, ഒരാളില്ല. ഓക്കെ, സോ ഇതൊരു പ്രൊസീഡിംഗ് ആണ്, കോർട്ട് പ്രൊസീഡിംഗ് ആണ്, വിച്ച് പാസസ് വെൻ വൺ ഇൻ ദി ആബ്സെൻസ് ഓഫ് അനദർ പാർട്ടി. ഓക്കെ, ഒരാളുടെ ആബ്സെൻസിൽ നടത്തുന്ന ഒരു പ്രൊസീഡിങ്, കോർട്ട് നടത്തുന്ന ഒരു പ്രൊസീഡിംഗ് ആണ് എക്സ് പാർട്ടി എന്ന് പറയുന്നത്. കേട്ടില്ലേ, എക്സ് പാർട്ടി ഡിസിഷൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വിച്ച് മീൻസ് ഒരാളുടെ ആബ്സെൻസിൽ ഒരാളുടെ മാത്രം കേട്ടിട്ട് ചെയ്യുന്ന ഡിസിഷനാണ് എക്സ് പാർട്ടി ഡിസിഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എക്സ് പാർട്ടി. ഇനി അടുത്തൊരു മാക്സിം എന്ന് പറയുന്നത് എക്സ് ടെർപിക്കോസ നോൺ ഒറൈറ്റർ ആക്ഷ്യോ. നോൺ ഒറൈറ്റർ ആക്ഷ്യോ എന്താണ്? നോ ആക്ഷൻ എറൈസസ്. ബട്ട് എക്സ് ടെർപിക്കോസ എന്ന് വെച്ചാൽ ഇമ്മോറൽ കോൺട്രാക്റ്റ് ആണ് കേട്ടോ, ഇമ്മോറൽ ആക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റും. സോ എക്സ് ടെർപിക്കോസ, ഒരു ഇമ്മോറൽ കോൺട്രാക്റ്റിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. നോ ആക്ഷൻ അറൈസസ് ഫ്രം ഓൺ ഇമ്മോറൽ കോൺട്രാക്റ്റ്. ഓക്കെ, സോ അതാണ് എക്സ് ടെർപിക്കോസ നോൺ ഒറൈറ്റർ ആക്ഷൻ. സോ ഇതാണ് ഇയിൽ തുടങ്ങുന്ന 5 മാക്സിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ നിങ്ങൾ ഒരു മാക്സിം പുറത്തുനിന്ന് പഠിക്കേണ്ട, ഇയിൽ തുടങ്ങുന്ന. ഓക്കെ, സോ ഫൈൻ. നെക്സ്റ്റ് എഫിൽ തുടങ്ങുന്ന ഒരെണ്ണം, ജിയിൽ തുടങ്ങുന്ന ഒരെണ്ണം, അങ്ങനെയാണ് നിങ്ങളിത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എഫിൽ തുടങ്ങുന്ന ഒരു മാക്സിം എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ വേർഡ്, ദാറ്റ് ഈസ് ഫാക്ടം. ഫാക്ടം എന്ന് വെച്ചാൽ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഡീഡ്, അതിനെയാണ് ഫാക്ടം എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമ്പിൾ. ഫാക്ടം മീൻസ് അൻ ആക്ട് ഓർ ഡീഡ്. ഓക്കെ, ഫൈൻ.
നൗ ജിയിൽ തുടങ്ങുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാക്സിമാണ് ജനറാലിയ സ്പെഷ്യാലിബസ് നോൺ ഡെറഗൻറ്റ്. ഓക്കെ, ജനറാലിയ സ്പെഷ്യാലിബസ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസിയാണ്. ജനറാലിയ വിച്ച് മീൻസ് തിങ്സ് ജനറൽ. ഓക്കെ, സ്പെഷ്യാലിബസ് എന്ന് വെച്ചാൽ തിങ്സ് ദാറ്റ് ഈസ് സ്പെഷ്യൽ. ഓക്കെ, അപ്പം തിങ്സ് ജനറലും തിങ്സ് സ്പെഷ്യലും. ഓക്കെ, നോൺ ഡെറഗൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെറഗേറ്റ് ചെയ്യുന്നില്ല. അതായത് തിങ്സ് ജനറൽ ഡു നോട്ട് ഡെറഗേറ്റ് ഫ്രം തിങ്സ് സ്പെഷ്യൽ എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മീനിങ് ഇങ്ങനെ ഇവോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ സിമ്പിൾ. നൗ എച്ചിൽ തുടങ്ങുന്ന ഒരൊറ്റ മാക്സിം ദാറ്റ് ഇസ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്കറിയാം that you have the body or produce the body. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ. ഇതൊരു റിട്ടാണ് വിച്ച് ഈസ് ഫയൽഡ് അണ്ടർ 32 or 226. അതായത് സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടിലോ നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് റിട്ടെന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ കേട്ടോളൂ. ഓക്കെ, സോ ഇറ്റ്സ് വൺ ഓഫ് എ റിട്ട്. ഓക്കെ, അഞ്ചെണ്ണത്തിൽ ഒരെണ്ണമാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് യു ഹാവ് ദ ബോഡി ഓർ പ്രൊഡ്യൂസ് ദ ബോഡി എന്നൊക്കെയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹേബിയസ് കോർപ്പസ്. ഫൈൻ. അപ്പം ഇത്രയാണ് ഈ 5 എണ്ണം. ദെൻ എഫ് ഒരെണ്ണം, ജി ഒരെണ്ണം ആൻഡ് എച്ച് ഒരെണ്ണം. ഓക്കെ, നൗ കമ്മിങ് ടു ഐ. ഓക്കെ, ഐയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമാണ് കേട്ടോ. സോ 4 മാക്സിംസ് ആണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 2021 ചോദിച്ചതാണ്. ഇഗ്നോറൻഷ്യ ഫാക്ടൈ എക്സ്ക്യൂസാറ്റ്, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. ഓക്കെ, സോ വാട്ട് ഡസ് ദിസ് മാക്സിം മീൻ? ഇഗ്നോറൻഷ്യ ഫാക്ടൈ എക്സ്ക്യൂസാറ്റ്. ഇഗ്നോറൻഷ്യ എന്ന് വെച്ചാൽ ഇഗ്നോറൻസ്, അറിവില്ലായ്മ. ഓക്കെ, ഫാക്ടൈ വിച്ച് മീൻസ് ഫാക്ട്, എക്സ്ക്യൂസാറ്റ് എക്സ്ക്യൂസസ്. സോ ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് എക്സ്ക്യൂസസ്. ഒരു സംഭവം അയ്യോ അതെനിക്ക് അങ്ങനെ നടന്നതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ് എക്സ്ക്യൂസസ്. ബട്ട് ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. ഇഗ്നോറൻസ് ഓഫ് ജൂറിസ് വിച്ച് മീൻസ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നമുക്കൊരു നിയമം, ഇങ്ങനെ ഒരു നിയമം, ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ഞാനിപ്പോൾ ഒരാളെ കൊന്നു. ഓക്കെ, അപ്പം എന്നിട്ട് പറയാണ് അയ്യോ എനിക്ക് ആ ആളെ കൊല്ലുന്നത് തെറ്റാണ് എന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് ഇങ്ങനെയൊരു നിയമം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ്സ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നാണ്. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് എന്തല്ല, എക്സ്ക്യൂസ് അല്ല. അതായത് ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണ്, അപ്പം ഫ്രണ്ടിൽ ചുമന്ന ലൈറ്റ് കത്തി, എനിക്ക് അറിയില്ലായിരുന്നു റെഡ് കണ്ടാൽ നിർത്തണം എന്ന്, ഞാൻ എടുത്തുകൊണ്ട് പോയി ഒരാളെ ഇടിച്ചു. എങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്ക് റെഡ് ലൈറ്റ് കത്തിയാൽ നിർത്തണമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് എന്തല്ല, എക്സ്ക്യൂസ് അല്ല. ബട്ട് ഇഗ്നോറൻസ് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്ക്യൂസ് ആണ്. ഓക്കെ, സോ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് കഴിഞ്ഞോടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്, പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ഐയിൽ തുടങ്ങുന്ന അടുത്ത മാക്സിം എന്ന് പറയുന്നത് ഇൻ ക്യാമറ. ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ഇൻ ക്യാമറ, ഇൻ പ്രൈവറ്റ്. ഇത് കൂടുതലും നമ്മുടെ പോക്സോ കേസസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ റേപ്പ് വിക്ടിംസിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രൈവറ്റായിട്ട് അവരെ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മൊഴി രേഖപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യും, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ചെയ്യാറുണ്ട്. അതായത് ജഡ്ജും അതുപോലെ വക്കീലും ആരെയാണോ ചോദിക്കുന്നത്, ആരുടെ ആണോ എടുക്കുന്നത് ആ ആളും വിക്ടിമും കാണും. അപ്പോൾ അവർ മാത്രം നടക്കുന്ന ഒരു പ്രൈവറ്റായിട്ട് നടക്കുന്ന ഒരു പ്രൊസീഡിംഗ് ആണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ കോർട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫൈൻ. സോ ദാറ്റ് ഈസ് ഇൻ ക്യാമറ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇൻ ക്യാമറ. ദാറ്റ് ഈസ് ഇൻ പ്രൈവറ്റ്. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നൗ അടുത്തൊരു മാക്സിമം എന്ന് പറയുന്നത് ഇൻ ഫ്യൂച്ചറോ. ഇൻ ഫ്യൂച്ചറോ എന്ന് വെച്ചാൽ എന്താണ്, ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ നേരത്തെ ഇതേ മീനിങ് ഉള്ള വേറൊരു മാക്സിം പറഞ്ഞു, ഡി ഫ്യൂച്ചറോ. ഡി ഫ്യൂച്ചറോ എന്ന് വെച്ചാൽ എന്താണ്, ഇൻ ദ ഫ്യൂച്ചർ തന്നെയാണ്. സോ ഇൻ ഫ്യൂച്ചറോ എന്ന് വെച്ചാൽ എന്താണ്, ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇൻ പേഴ്സണം. ഓക്കെ, ഇൻ പേഴ്സണം മീൻസ് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ. ഓക്കെ, സോ അതാണ് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ. അപ്പം ഇങ്ങനെ നിങ്ങൾ ആലോചിക്കാനുള്ളത് ഇതുപോലെ കുഞ്ഞു ടേംസ് ഉണ്ട്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കഴിഞ്ഞ തവണ ചോദിച്ച കൂടുതലും ഇങ്ങനത്തെ കുഞ്ഞു ടേംസ് ആണ്, അല്ലാതെ ലെങ്തി ആയിട്ടുള്ള ആക്ടേഴ്സ് നോൺ ഫാസിറ്റേ മിസ്സി മെൻസിത്രി അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. സോ സിമ്പിളായിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ,
സോ അതാണ് 4 എണ്ണം, ഐയിൽ തുടങ്ങുന്ന 4 മാക്സിംസ് അതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ജെ. ഓക്കെ, ജെയിൽ ഒരെണ്ണം മാത്രം നോക്കിയാൽ മതി, ജസ്റ്റ് നാച്ചുറൽ എന്ന് പറയും. ജസ്റ്റ് നാച്ചുറൽ എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറൽ ജസ്റ്റിസ് എന്നാണ്. ഓക്കെ, സോ നാച്ചുറൽ ജസ്റ്റിസ്, ജസ്റ്റ് നാച്ചുറൽ, നാച്ചുറൽ ജസ്റ്റിസ്. ഓക്കെ, ഫൈൻ. നൗ മൂവിങ് ടു എം. എമ്മിൽ നിങ്ങൾ 3 നോക്കേണ്ടത്. ഒന്നാമത്തെ മാലിഫിഡെ. ഓക്കെ, മാലിഫിഡെ എന്ന് വെച്ചാൽ എന്താണ്? ബാഡ് ഫെയ്ത്ത്. ബോണഫിഡെ, മാലിഫിഡെ. ബോണഫിഡെ ഞാൻ പറഞ്ഞു ഇൻ ഗുഡ് ഫെയ്ത്ത് ആണെങ്കിൽ, മാലിഫിഡെ എന്ന് പറഞ്ഞാൽ ഇൻ ബാഡ് ഫെയ്ത്ത് ആണ്. ഓക്കെ, നൗ മാൻഡമസ്. മാൻഡമസ് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാൻഡമസ് ചോദിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു ഓപ്ഷൻ വി കമാൻഡ്, ഒരു ഓപ്ഷൻ കമാൻഡ്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. മാൻഡമസിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് വെച്ചാൽ വി കമാൻഡ് എന്നാണ് കേട്ടോ, വി കമാൻഡ്. ഓക്കെ, സോ മാൻഡമസ് മീൻസ് വി കമാൻഡ്. നൗ മെൻസ്ട്രിയ. മെൻസ്ട്രിയ എന്ന് വെച്ചാൽ എന്താണ്? ഗിൽറ്റി സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് മെൻസ്ട്രിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് എമ്മിൽ തുടങ്ങുന്ന 3 മാക്സിം. ആൻഡ് എന്നിലുള്ള ഒരെണ്ണം പഠിച്ചാൽ മതി, ദാറ്റ് ഇസ് നെക്സസ്. നെക്സസ് മീൻസ് വി നോ കണക്ഷൻ, അത് കണക്ഷനാണ്. നെക്സസ് മീൻസ് വാട്ട്? കണക്ഷൻ. ഓക്കെ, ആൻഡ് പിയിലുള്ള നെക്സ്റ്റ് മൂവിങ് ടു പി. പിയിൽ 2 എണ്ണം നോക്കിയാൽ മതി. ഒന്ന് പോസ്റ്റ് മോർട്ടം. നിങ്ങൾ പോസ്റ്റ് മോർട്ടം എന്ന് കേട്ടിട്ടുണ്ടാവും, ബട്ട് മീനിങ് പലർക്കും അറിയില്ല. പോസ്റ്റ് മീൻസ് വാട്ട്? പോസ്റ്റ് മീൻസ് ആഫ്റ്റർ. മോർട്ടം, മൊറൈറ്റർ, ഇതൊക്കെ എന്താണ്? ഡെത്ത് ആണ്. സോ പോസ്റ്റ് മോർട്ടം മീൻസ് ആഫ്റ്റർ ഡെത്ത്. ഓക്കെ, മരണത്തിന് ശേഷം, അതാണ് പോസ്റ്റ് മോർട്ടം എന്നത് ഉദ്ദേശിക്കുന്നത്. നൗ നെക്സ്റ്റ് പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരെണ്ണമാണ് പ്രൈമാ ഫേഷ്യേ. പ്രൈമാ ഫേഷ്യേ എവിഡൻസ് എന്നൊക്കെ പറയും. അതായത് പ്രൈമാ ഫേഷ്യയുടെ കറക്റ്റ് മീനിങ് എന്ന് വെച്ചാൽ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്നാണ്. അതായത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ക്ലിയർ ആയിട്ട് കാണുന്ന പ്രൈമാ ഫേഷ്യ എവിഡൻസ്. പ്രൈമറിലി കാണുന്ന എന്താണ് സ്യൂട്ടായിട്ടുള്ള ബെസ്റ്റ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, കാണുമ്പോൾ തന്നെ എന്താ പറയുക, എന്ത് കാണുമ്പോൾ തന്നെ നമുക്കത് എന്താണ് പ്രൈമാ ഫേഷ്യ ആണെന്ന് പറയും. ഓക്കെ, സോ അപ്പം പ്രൈമാ ഫേഷ്യ ക്ലിയർ ആണ്, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ക്ലിയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്നാണ് പ്രൈമാ ഫേഷ്യയുടെ കറക്റ്റ് മീനിങ്. ഓക്കെ, സോ അതാണ് ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 മാക്സിംസ് എന്ന് പറയുന്നത്. നമുക്കിനി നോക്കാനുള്ളത് ക്യു, ആർ, എസ് ആൻഡ് വി. ക്യൂയിലുള്ള എത്ര എണ്ണം? 3 എണ്ണം. ക്യൂ 3 എണ്ണം ആൻഡ് ആർ, എസ്. ആറ് ഒരെണ്ണം, എസ്സിൽ 2 എണ്ണം, വിയിൽ ഒരെണ്ണം. ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ക്യൂയിലുള്ള 2 എണ്ണം, 3 എണ്ണം. ഒന്ന് ക്വാണ്ടം. ക്വാണ്ടം എന്ന് വെച്ചാൽ ഇത് ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ഹൗ മച്ച്, ഒരു എമൗണ്ട്, ആൻ എമൗണ്ട് എന്നൊക്കെ പറയാം. സോ ക്വാണ്ടം ഇറ്റ്സ് എൻ എമൗണ്ട്, ഇറ്റ്സ് എ ക്വാണ്ടിറ്റി. ഓക്കെ, അതാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്വി ഫാസിറ്റ് പെർ ഏലിയം ഫാസിറ്റ് പെർ സേ എന്ന് വെച്ചാൽ ഇത് ഇപ്പം എന്താണ് വൈക്കേരിയസ് ലൈബിലിറ്റി ഒക്കെ വരുന്ന സമയത്താണ് ക്വി ഫാസിറ്റ് പെർ ഏലിയം ഫാസിറ്റ് പെർ സേ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹീ ഹു ആക്ട്സ് ത്രൂ അനദർ. ഞാനിപ്പോൾ വേറൊരാളെ നിയമിക്കുകയാണ് ഒരു കാര്യം ചെയ്യാനായിട്ട്, ആൻഡ് ഹീ ഡസ് സംതിങ് റോങ് വിച്ച് മീൻസ് ഐ ഹാവ് ഡൺ ഇറ്റ്. ഓക്കെ, സോ അതായത് ഞാൻ വേറൊരാളിൽ കൂടി ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ ക്വി ഫാസിറ്റ് പെർ ഏലിയം ഫാസിറ്റ് പെർ സേ മീൻസ് ദറ്റ് ഹീ ഹു ആക്ട്സ് ത്രൂ അനദർ ആക്ട്സ് ഹിംസെൽഫ് എന്നുള്ളതാണ്. ഓക്കെ, ക്വി ഫാസിറ്റ് പെർ ഏലിയം ഫാസിറ്റ് പെർ സേ. നൗ ക്വിഡ് പ്രോ ക്വോ വിച്ച് ഇസ് സംതിങ് റിലേറ്റഡ് ടു കൺസിഡറേഷൻ. ക്വിഡ് പ്രോ ക്വോ അതായത് സംതിങ് ഫോർ സംതിങ്, ഇങ്ങോട്ട് നിന്നാൽ അങ്ങോട്ട്, അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ക്വിഡ് പ്രോ ക്വോ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ക്യൂയിൽ തുടങ്ങുന്ന 3 എണ്ണം. നൗ കമ്മിങ് ടു ആർ. ആറിലുള്ള ഒരെണ്ണം ദാറ്റ് ഇസ് റസ് ജസ്റ്റേ. റസ് ജസ്റ്റേ എന്ന് വെച്ചാൽ തിങ്സ് ഡൺ എന്നാണ്, ചെയ്ത കാര്യങ്ങൾ, അതാണ് റസ് ജസ്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, റസ് ജസ്റ്റേ ഇത് ഓർമ്മിച്ച് വയ്ക്കാം. ഓക്കെ, സോ എസ്സിൽ തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഈസ് സ്റ്റെയർ ഡെസിസിസ്. സ്റ്റെയർ ഡെസിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു സ്റ്റാൻഡ് ബൈ ദ ഡിസിഷൻസ് ഓർ പ്രീസിഡൻസ്. ഓക്കെ, അതാണ് സ്റ്റെയർ ഡെസിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് sui generis. Sui generis എന്ന് പറയുമ്പോൾ I am sui generis, which means I am unique. Okay, what is sui generis? It's unique. Unique ആണ്, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഇതേ ഉള്ളൂ എന്ന് പറയുന്നതാണ് sui generis എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യുണീക്ക്. ഓക്കെ, ആൻഡ് സ്റ്റെയർ ഡെസിസിനെ പറ്റി പറഞ്ഞപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഓൾസോ മെൻഷൻ വൺ വേർഡ് ദാറ്റ് ഇസ് res judicata, which was asked in the എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. റെസ് ജൂഡിക്കേറ്റ എന്ന് പറയുന്നത്. റെസ് ജൂഡിക്കേറ്റ എന്താണ് CPCയിലെ സെക്ഷൻ 11ലാണ് റെസ് ജൂഡിക്കേറ്റ പറയുന്നത്. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് തിങ്സ് ഹാവ് വിച്ച് ഓൾറെഡി ഡിസൈഡഡ് എന്നാണ്. ഓക്കെ, അത് ഓൾറെഡി ഡിസൈഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റെസ് ജൂഡിക്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതെനിക്കൊന്ന് പറയണം എന്ന് തോന്നി.
fine. So stare decisis പറഞ്ഞാൽ just to stand by the decisions of the precedents. And what is sui generis? It means it's unique. Okay, sui generis എന്ന് വെച്ചാൽ യുണീക്ക് എന്നാണ്. ഓക്കെ, ആൻഡ് ഫൈനൽ മാക്സിം ദാറ്റ് ഇസ് വിയിൽ തുടങ്ങുന്ന ഒരു മാക്സിമാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ, വിച്ച് ഇസ് എ ഗുഡ് ഡിഫെൻസ്. അതായത് ഇപ്പം ഞാൻ പറയാണ്, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് സമ്മതിച്ചു, ഞാൻ എന്താണ് അതിൻ്റെ ഫുൾ ഹാം എനിക്കറിയായിരുന്നു, ഇങ്ങനെ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സംഭവിക്കും എന്നെനിക്ക് അറിയാമായിരുന്നു, എന്നിട്ട് ഞാനത് കൺസെൻറ്റ് ചെയ്തു ചെയ്യാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഇഞ്ചുറി എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതെന്താവില്ല, ഇഞ്ചുറി ആവില്ല എന്നുള്ളതാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്നുകൊണ്ട് പറയുന്നത്. അപ്പം പ്ലെയിൻറ്റിഫിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫെൻസ്, നല്ലൊരു ഡിഫെൻസ് ആണ് എന്ത്, ആ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആൻ ഇഞ്ചുറി ഈസ് നോട്ട് ഡൺ ഇഫ് വൺ കൺസെൻറ്റിങ് ടു ഇറ്റ്. ഓക്കെ, ഞാനത് വിൽഫുള്ളി എന്താണ് കൺസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ, എനിക്കതിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അതെന്തല്ല, അതിലൊരു ആക്ഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇഞ്ചുറി ആവില്ല എന്നാണ് ശരിക്കും പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഡിഫെൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത്. ഇത്രയും എന്ന് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ. ഓക്കെ, സോ I hope this video is very helpful for you. ആൻഡ് ഞാൻ ഈ പറഞ്ഞ എല്ലാ മാക്സിംസും നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഏകദേശം റെസ് ജുഡിക്കേറ്റർ ഉൾപ്പെടെ ദാറ്റ് ഇസ് 46 മാക്സിംസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഈ മാക്സിംസിന് ഇതിനകത്തുനിന്ന് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. ഇതിൽ നിന്ന് പുറത്തുനിന്ന് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഈവൻ ഞാനിപ്പോൾ 4th ഇയർ ആയി, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത മാക്സിംസ് ആണ് ക്ലാറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. സോ അതൊന്നും ഇത്രയും ഇയർലി ഒരു 3rd ഇയർ വരെ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ മാക്സിംസും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന എല്ലാ മാക്സിംസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒള്ളി നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. സോ ഇതിൻ്റെ PPT ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കത് എന്താണ് നോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം ഗൈസ്. ബൈ, ലവ് യു.